ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നേ? എല്ലാവരും വിരുന്നൊക്കെ പോയായിരുന്നോ? വിരുന്നൊക്കെ പോയിട്ട് എല്ലാവരും വന്നെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ ബിസി ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാൻ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നമുക്ക് ഇന്നിടാം. ഇപ്പം രാവിലെ ഇന്നലത്തെ വീഡിയോ ചെയ്ത് കേട്ടോ. രാവിലെ പാലപ്പമായിരുന്നു. പാലപ്പവും മുട്ടക്കറി ഞാൻ പലപ്പോഴും വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പിയൊന്നും എടുത്തില്ല. അപ്പോൾ രാവിലെ പാലപ്പം ഉണ്ടാക്കുക. രാവിലെ അപ്പോൾ ഇന്നലെ അരിയൊക്കെ അരച്ച് വെച്ച്, ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇത്തിരി നേരത്തെ അരച്ച് വെക്കണം, ഇത്തിരി പൊങ്ങി വരാനേ. അതല്ലെങ്കിൽ ഈസ്റ്റ് കൂട്ടി അരയ്ക്കണം. അതിനേക്കായി നല്ലത് നമ്മൾ നേരത്തെ ഇത്തിരി അരച്ചു. എത്ര ഈസ്റ്റൊക്കെ കുറയ്ക്കാമോ അത്രയും നമ്മുടെ വയറിന് നല്ലതാണ്. അപ്പോൾ നേരത്തെ അരച്ച് വെച്ച്, അപ്പോൾ ചിലർ പറയും മാവ് പുളിക്കാൻ എന്തോ ചെയ്യണമെന്ന്. അപ്പോൾ തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, അരി അരച്ചിട്ടേ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ട് നമ്മുടെ ആ പാത്രം ഇറങ്ങത്തക്ക വിധത്തിലുള്ള ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കും. എന്നിട്ട് ആ വെള്ളം ചൂടാക്കിയിട്ട് ഇത്തിരി നല്ല ചൂട് കാണും, അതിൻ്റെ അകത്ത് കുറച്ച് നേരം ഇറക്കി വെക്കും. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആദ്യം കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി ചൂടാണെങ്കിൽ മാവങ്ങ് വെന്ത് പോവും. അതനുസരിച്ചുള്ള ചൂടിൽ ഇറക്കി വെച്ചാൽ നന്നായിട്ട് പുളിച്ച് വരും. അപ്പോൾ ഉച്ചയ്ക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് രാവിലെ ഉള്ളിയൊക്കെ പൊളിച്ചരിഞ്ഞു, വെളുത്തുള്ളി പൊളിച്ച്, ഇഞ്ചി അരിഞ്ഞു, എല്ലാം ഒന്ന് അരിഞ്ഞ് ഒതുക്കി ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അല്ലാതെയും പെട്ടെന്ന് ചെയ്യുന്നവർക്ക് ഉള്ളി അങ്ങോട്ട് അരിഞ്ഞ് അടപ്പത്തിട്ടിട്ട്, ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് അടപ്പത്ത് പാത്രം വെച്ചിട്ട് ഉള്ളി അരിഞ്ഞൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പ്രാക്ടീസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴട്ടിയെടുക്കട്ടെ. 1.5 കിലോ ചിക്കൻ ഉണ്ട്. അതിലേക്കൊരു 6 സവാള എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 2 കുടം വെളുത്തുള്ളി. അപ്പോൾ പിള്ളേർക്ക് നല്ല പോഴുമോന് ഉരുളൻകിഴങ്ങ് ഇട്ട് ഉണ്ടാക്കണമെന്ന് പറയാം. അങ്ങനെ അതുകൊണ്ട് ഇത്തിരി ഉരുളൻകിഴങ്ങ് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ചെറിയ ടൊമാറ്റോ. ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാമേ. അപ്പോൾ അതിലേക്ക് ഉള്ളിയുടെ കൂടെ ഇടേണ്ടതായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും. ഒരു ഇച്ചി കഴിഞ്ഞാൽ ഞാൻ ഓർത്തത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഞാൻ ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞതേ. അപ്പോൾ ഇതൊന്നും സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നിറച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്ലെങ്കിൽ ഒരു 2.5. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല. പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീ ഒന്ന് കുറച്ചിട്ടിട്ട്, ഈ ഉരുളിയാകുമ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. തീ ഞാൻ ഏറ്റവും കുറച്ചാണ് ഇപ്പോഴും ഇട്ടേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞേക്കുക. നീളത്തിലരിഞ്ഞ ടൊമാറ്റോയുടെ ചേർത്ത് കൊടുത്ത്, ആ ടൊമാറ്റോയുടെ മുകളിൽ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്, ആ ടൊമാറ്റോയൊക്കെ ഒന്ന് വാടാനായിട്ട്. തീ ഏറ്റവും കുറച്ചായിട്ടേക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. ഇതിലേക്കിനി ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ട് വെച്ച ചിക്കൻ, ഇതിലേക്കൊരു 2 വലിയ പൊട്ടറ്റോ, ഇപ്പം ഞാൻ ഇളക്കുന്നില്ല, ഒരു 5 മിനിറ്റ് ആവട്ടെ, ചെറിയ തീയിലവിടെ കിടക്കട്ടെ. അന്നേരം ചെറിയ തീയിൽ കുറച്ച് നേരം ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഇച്ചിരിച്ചുള്ള
വെള്ളം ഒന്ന് വിടും. അതിന് ശേഷം ഞാനിതൊന്ന് ഇളക്കുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ പാത്രത്തിൽ അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. തീ കൂട്ടരുത്. കാരണം ആദ്യം ഇങ്ങനെ ഈ വെള്ളം ഊറി ഊറി ഇറങ്ങി നമുക്കിതൊന്ന് ഇളക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനിതൊന്ന് ഇളക്കി കുറച്ച് നേരം ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഞാനിപ്പം ഇച്ചിരി വെള്ളം അതിൻ്റെ അകത്ത് മസാലയൊക്കെ ഇരുന്ന് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് പിന്നെ ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്ന പച്ചവെള്ളം ഒഴിക്കുന്നില്ല. ഞാൻ നമ്മളിപ്പോൾ കുടിക്കാനൊക്കെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ, അതിൽ നിന്ന് ഞാൻ 1 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പം എത്രയും ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇൻഡാലിയത്തിൻ്റെ ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടൊക്കെ ആയിട്ട് പിന്നെ അടിക്കാവുമല്ലേ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കട്ടെ. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തേക്കുന്നത്. അത് ഒത്തിരി വലുതായിട്ടൊന്നുമല്ല അരിഞ്ഞേക്കുന്നത്. ഇവിടുത്തെ ഈ പോൾമോൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊഴുപ്പും കിട്ടും, ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ആ ചാറിന്. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ തീ കൂട്ടാൻ പോകും. നമ്മളെ ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് അത് തിളയ്ക്കുകയും ചെയ്യും. ഒരു 10-15 മിനിറ്റായി ഞാനിതിപ്പോൾ ഒന്നുകൂടെ ഒന്ന് തുറന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം ഈ ചിക്കൻ വേവുമ്പോഴല്ല അതിൻ്റെ അകത്ത് വെള്ളം കൂടെ എത്ര ഇറങ്ങുന്നെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതനുസരിച്ചിട്ട് വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്നെല്ലാം ഒന്ന് നിരത്തി ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ആ പീസുകളുടെ മുകളിൽ ചാറ് കിടന്ന് വേവട്ടെ. എന്നിട്ട് 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ചിക്കനൊന്നും വെന്തിട്ടില്ല. അപ്പോൾ ഇത് നോക്കിയ ഉടനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഗ്രേവിയൊക്കെ ഇത്രയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും അത്ര കൂടുതലങ്ങ് ഒത്തിരി പൊടി പോലൊന്നും വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവാനുണ്ട്. നമുക്ക് ഇത് വെന്തോന്ന് അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുക, ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനൊന്ന് നോക്കണം. എല്ല് ഉള്ള പീസ് എടുത്ത് നോക്കണം അതിൽ നിന്ന് വിടുന്നുണ്ടോയെന്ന്. കഴിക്കാൻ തോന്നിയില്ലെങ്കിൽ കൈ കൊണ്ട് ഇന്ന് ഇളക്കി നോക്കണം. ഈ നന്നായിട്ട് ഇളകി വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത്, ഇല്ല എങ്കിൽ അത് വീണ്ടും ഇട്ടിട്ട് ഒന്ന് കുറച്ചുകൂടെ വേവിക്കണം. അപ്പം ഞാനിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ എനിക്ക് ഇത്തിരി ഗരം മസാല ഇത്തിരി കുറവായിട്ട് തോന്നി. ഞാൻ അന്നേരം ഒരു 1.5 ടീസ്പൂൺ കൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 കിലോ ചിക്കൻ ഉണ്ടല്ലേ, പിന്നെ 2 പൊട്ടറ്റോയൊക്കെ ആയപ്പോഴത്തേക്കിന്. അപ്പം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചും ടേസ്റ്റ് അനുസരിച്ചും ഗരം മസാലയൊക്കെ ചേർത്തോ കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിത് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഞാൻ തീ കുറച്ചിടുക, കാരണം ഇനി അങ്ങ് ഒത്തിരി തീ ഇട്ടാൽ പിന്നെ ഗ്രേവി വറ്റത്തേ ഉള്ളൂ. ചെറിയ തീയിലിട്ടിട്ട് അത് കിടന്ന് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വേവട്ടെ. അപ്പം ചില ചിക്കനൊക്കെ പെട്ടെന്ന് വേവും, ചില ചിക്കൻ വേവാൻ ഇത്തിരി താമസം കാണും. അതനുസരിച്ച് നിങ്ങൾ ചിക്കൻ്റെയൊക്കെ വേവ് അനുസരിച്ച് നോക്കണേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നോക്കിയുണ്ടേ എല്ലിൽ നിന്നൊക്കെ മാംസം വിട്ട് വരുന്നുണ്ട്, അത് വേവുമൊക്കെ ചെയ്ത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. കടുകിനായിട്ട് ഒരു 2 ടീസ്പൂൺ കടുക്, കറിവേപ്പില, സവാള ഇതെല്ലാം കൂടെ. ഇതേ സമയം നിങ്ങൾക്ക് മുളക് പൊടിയോ എങ്ങാനും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് അതുകൂടെ മൂപ്പിച്ച് ചേർക്കാം കേട്ടോ. ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തിരുന്ന് കുറച്ചുകൂടെ തണുത്തതങ്ങ് വറ്റും, നല്ല ചൂട് പാത്രം ആയതുകൊണ്ട്. അതനുസരിച്ച് ഗ്രേവിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൈര് ഒന്ന് കലക്കി ഒരു മോരൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ മോര് ചിക്കൻ ഉണ്ടെങ്കിൽ പോളിന് മസ്റ്റായിട്ടും മോര് കറി വേണം. അപ്പം ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് കടുക് കൂടെ വറുത്ത് ചേർത്താൽ മതി. ഇവിടെ ഇതില്ലാത്ത കച്ചവടമേ ഇല്ല, എപ്പോഴും മോര് കറി ഇവിടെ സ്റ്റോക്കായിരിക്കും. അതുകൊണ്ട് അതനുസരിച്ച് ഞാൻ തൈര് തീരുന്നതനുസരിച്ച് തൈര് ഇങ്ങനെ ഉറയൊഴിച്ച് ഇരിക്കും. അപ്പോൾ ഇപ്പോൾ അവനൊരു പരിപാടിയുണ്ട്, നേരത്തെ അതില്ലായിരുന്നു, ലസ്സി കുടി.
ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കും ലിസി. അങ്ങനെ മോരുകറിയും റെഡിയായി. ഇന്നലത്തെ ഇച്ചിരി തോരനൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇനിയിപ്പം ചിക്കൻ കറിയുണ്ട്, മോരുകറിയുണ്ട്. ഇതൊക്കെ മതി ഇന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഉരുളിയിലിരുന്ന് ഇതങ്ങ് ഇത്രയും കൂടെ ഒന്ന് വറ്റും. അപ്പം നമ്മുടെ ചിക്കൻ ഈ പരുവായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.